ഹലോ ഗൈസ്, എല്ലാം വീഡിയോയിലേക്ക് പിന്നെയും സ്വാഗതം. ഇന്ന് നമ്മളൊരു BR മാച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ BR CS ഏത് വേണമെങ്കിലും കളിക്കാം നമുക്ക്. പക്ഷേ ഞാനിപ്പോൾ ചെക്കന്മാർ ആരെ ഉള്ളത് നോക്കണം. BR കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെ റിക്വസ്റ്റ് ഇടുന്നുണ്ട്, ഒരാൾ വിളിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ടീമിൽ പോവാം. അപ്പോൾ നമുക്ക് CS കളിക്കാം. ഇതുപോലെ CS ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു PC പ്ലെയർ ഉണ്ട് ഇവിടെ, നമുക്ക് കാണാം. സ്റ്റാർട്ടാക്കാൻ പറയട്ടെ, ഒരു മിനിറ്റ്. സ്റ്റാർട്ടാക്കി. അപ്പോൾ ആ താഴെ കാണുന്ന ആ ചുവപ്പ് കളറുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷനുമായിട്ട് എനിക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് അപ്പോൾ കാണാം. സോ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് M500 എടുക്കാം. പിങ് വളരെ ബോറാ. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ M500 ഇപ്പോൾ പോയേനെ, രക്ഷപ്പെട്ടു. അപ്പോൾ അവിടുന്ന് എനിമി റഷ് ചെയ്യുന്നുണ്ടോ സംശയം. എനിമിനൊന്നും കാണാനില്ല, നോക്കുക എവിടെയുള്ളത്. സോ ഗൈസ്, എനിമിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് തോന്നണം. അടിയിൽ രണ്ടാൾക്കാർ അടിച്ചുകൊണ്ട് നിൽക്കുക. ഭാഗ്യമില്ല. സോ ഗൈസ്, എനിമിയൊക്കെ അവിടേക്ക് എത്തി. സ്കോപ്പ് ചെയ്യാം. ഇവിടെ എനിമി ഉണ്ടോ സംശയമുണ്ട്, നോക്കേണ്ടി വരും ഗൈസ്. ഇറങ്ങി നോക്കല്ലേ. ഒരു ഹെഡ്. ട്രിപ്പിൾ കില്ല് എടുത്തിട്ടുണ്ട് നമ്മൾ ഗൈസ്, സീനായിട്ട്. നമ്മളിപ്പോഴത്തെ പുതിയ ഇമോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്, മറ്റേ ബോയ പാസിലുണ്ടായിരുന്ന. അപ്പോൾ റൗണ്ട് 2 ആയിരിക്കുന്നു. MP5 എടുക്കാം. അപ്പോൾ നമ്മൾ എന്നും ഫ്രീ ഫയർ കളിക്കൊന്നുമില്ല, എപ്പോഴെങ്കിലും കളിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ഈ എക്സാമായിട്ട് ഇപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഇടാറില്ല, അതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ MP5 2 എടുത്തുകൊണ്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ. രക്ഷപ്പെട്ടു നമ്മൾ. പക്ഷെ ഒരാൾ എന്തായാലും ഉണ്ട്, നമുക്കറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഒരാളും ഇല്ലേ? അത് ബോറായിപ്പോയി. ഒരു എനിമിയും കാണാനില്ലടോ, എന്ത് കഷ്ടടോ. അയ്യോ, അവിടെ ദിമിത്രി ഇട്ടിട്ടും വർക്കായില്ലടാ. എന്താടാ ദിമിത്രി ഇട്ട് എന്നിട്ടും വർക്കായില്ല. അന്തസ്. ആരെങ്കിലും ഇവിടെ റിവൈവ് ചെയ്യാനുണ്ടോ? അതാ. അപ്പം നമ്മൾ ഒരു റൗണ്ട് പൊട്ടി. അടുത്ത റൗണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെയും നമുക്ക് MP5 എടുക്കാം. പക്ഷേ എടുക്കണോ? എല്ലാവരും എടുത്തുക്കണം. ജയിക്കണമെങ്കിൽ MP5 വേണം. എന്താ പറയുക, MP5 ഞാൻ പ്രവാ. മാത്രമല്ല മാസ്റ്ററി ബട്ടൺ ഉണ്ടോ ഒന്നാമത്. അതാകുമ്പോൾ ഹെഡ് ഷോട്ട് റേറ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ടെന്നല്ല, ചാൻസ് കൂടുതലാണ്. ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒളിച്ചെന്ന് കളിക്കേണ്ടി വരും. മറ്റേത് എനിമി റഷ് ചെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. അതേമാതിരി ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് റഷ് ചെയ്യും. ഷിറ്റ്, ഓൻ്റെ ചാൻസ്. അയ്യോ, എനിക്കൊരു കില്ല് കിട്ടിയെന്നേ പോയി.
എടാ എൻ്റെ ഒരു കില്ല് പോയടാ. ഓ റിവൈവ് ചെയ്തിട്ടുണ്ടാവും. ഓ ഛേ കില്ലും കിട്ടിയില്ല. ഇതിങ്ങനെ പോയാൽ തോൽക്കുമല്ലോ. അപ്പോൾ വലിയ കാര്യം ചെയ്യാം, തോൽക്കാൻ പാടില്ല. നമ്മളെ പവർ കാണിച്ചു കൊടുക്കണം. പവറൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യമേ ഇതെടുക്കാം. ഇന്ത്യക്ക് ഇതിൻ്റെ ആകെ 2 കൊള്ളു ഇന്ത്യക്ക്. ഇതിൻ്റെ ഈ കൊള്ളു ഒരു പരാഫലും MP5 ലെവൽ 2. പരാഫലും ലെവൽ 2 ഞാൻ ബൂയ പാസ് എനിക്ക് എന്താ പറയുക മറ്റേ റോയലിൽ നിന്ന് കിട്ടിയതാ, കറക്കിയിട്ട് കിട്ടിയതാ. ഇവിടെ നിൽക്കുന്നത് സേഫാണോ അറിയില്ല, കല്ലെന്നാ തോന്നുന്നു. ഇന്ത്യ കൂടി അയ്യോ എന്നെ രക്ഷിക്കണേ. ഇവിടെ എനിമി നല്ല ഉണ്ടാവും ഉറപ്പാണ്. ഞാനീ ബാക്കിൽ നിന്ന് പൊളിഞ്ഞ് അങ്ങനെ പറയാം. ഓ ഗ്രോസ എക്സിറ്റി വെസ്റ്റേൺ ക്ലാറർ എടുക്കുക, ആവശ്യം വരും. പിന്നെ ആവശ്യമുള്ള എന്താ പറയുക, ഉള്ളോ ഇവിടെ ഗൈസ് 2 എനിമി ഉണ്ട്. മേലെ എടുക്കാൻ പറ്റുമോ അറിയില്ല, നോക്കാം. എന്താ ഗൈസ് എത്ര ഡാമേജ് കൊടുത്ത്, ഒരു കാര്യമില്ല ഗൈസ്. ഞാൻ ഈ ഗായ്സും വിളിച്ചും അടുത്ത് ഗൈസ്. ഡാമേജ് നല്ല കൊടുക്കുന്നുണ്ട്, അതാണെങ്കിലോ കിട്ടണമില്ല. പൊളി. ഒരാളും കൂടി, രണ്ടാൾക്കാർ. പോയിക്കോ റഷി. എന്താടോ എടാ മുത്ത എടുക്കടാ, നീയെങ്കിലും എടുക്ക്. വാടാ എൻ്റെ മോനാ, നീ പൊളിയുടെ മുത്ത, നീ പൊളി ഇജ്ജ് പൊളിച്ച് എടുക്ക്. വാടാ ഒരാളും കൂടി എനിക്കെടുക്കാം. യാ മോനാ ഫിനിഷാക്ക്. വാടാ പൊളിച്ച് ആകണം. മേലെ യെസ് അതന്നെ. എടുത്തോ. വാടാ പൊളി. എൻ്റെ മോനെ കളി സീന്. ഡാഡി ഗിരിജ ഒന്നും പറയല്ല, സീന് പ്ലെയർ ആട്ടോ. എൻ്റെ വക ഒരു പ്രൗഡ് ഓഫ് ഉണ്ട്. ഓ അത്രയും നല്ല പോലെ കളിച്ചിരുന്നു. പ്രാവശ്യം നമുക്ക് MP4 എടുക്കാം. എനിക്ക് വലിയ ഇതില്ല. MP5 വലിയ ഹെഡ് ഗെയിൻ ചെയ്യാം ഈ മാച്ചിൽ. എന്താന്നാവും കാര്യം. ഒരു ഹെൽമെറ്റ് ഇട്ടാണെങ്കിൽ നന്നാവുമായിരുന്നു. ആരെയും ഡ്രോപ്പിനെടുത്ത് പോയാൽ നന്നാവും. അപ്പോൾ നമുക്ക് നോക്കി കളിക്കണം. ഒന്നാമത് എന്നുവെച്ചാൽ ഒരാൾക്കാരുണ്ടാവും. എനിമി ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. കിട്ടി ഗൈസ്, പൊളിച്ച്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ദിമിത്രി പ്ലെയറൊന്നും അല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല ദിമിത്രി ഒന്നും. പക്ഷേ നമുക്ക് പ്ലസ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ദിമിത്രി മാച്ചിലിടുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല ലക്ക് ഉണ്ടാവും. പൊട്ടിച്ചിടാം. ആരെ ഡൗൺ ആയത്? പൊളി മോനായി. ആ ഡാമേജ് കണ്ടോ, സീനല്ലായിരുന്നോ? പൊളിച്ച്. ആ ഡാമേജിന് ഒരു ലൈക്ക് തന്നിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. കമൻ്റ് ഇടൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആ ഡാമേജ് 3 പ്രാവശ്യത്തൊക്കെ കയറി മുത്താളെ, അത് കണ്ടതന്നെയാണ്. അത് എന്ത് കഷ്ടമല്ലേ ഇവല് ഇങ്ങനെ പോയാൽ. പറയുമ്പോലെ നമ്മളിങ്ങനെ പോയാൽ കഷ്ടം തന്നെയാണ്. ഓൽക്ക് വലിയ കഷ്ടം അതേക്കാരം. നമ്മളെ MVP സീന് കണ്ടാ. നമ്മളെ പുതിയ ഇമോട്ടിടാം. മോനെ പൊളിച്ച്. നമുക്ക് റഷ് ചെയ്യാം. എൻ്റെ പിന്നാലെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പം കളിയെടുക്കാൻ സാധ്യത. അല്ലാഹു റബ്ബി, നമ്മളെ ചെക്കനാരും എന്താണ് ബ്രോ ഇങ്ങനെയാണ് കളിക്കുക? എൻ്റെ കില്ല് എനിക്ക് കിട്ടിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കില്ല് കിട്ടിയാൽ മതി, വേറെ കുഴപ്പമില്ല. യെസ് കില്ല് കിട്ടി ഗൈസ്.
നമ്മൾ മൊത്തത്തിൽ 6 കില്ല് വെച്ചിട്ടാണ് മോനെ പൊളിച്ച്. ഈ ചെക്കൻ സീനോട്ടാ. എടോ അവിടെ 2 ആൾക്കാരുണ്ടോ, കിട്ടുമോ? ഓടാ പൊളി. ഒരാളും കൂടി എടുക്കടാ. മുത്ത എനിക്ക് എടുക്കാം, മുത്ത എനിക്ക് എടുക്കാം, എനിക്ക് എടുക്കാൻ പറഞ്ഞാൽ എടുക്കാം. ഇജ്ജ് പൊളി ചെക്കനാണ്. അമ്പൂ വാടാ എടുക്കടാ. യെസ് ജയിച്ചു ഗൈസ്, ജയിച്ച്. ലോലി മുടങ്ങുന്ന ചെക്കനൊക്കെ പൊളി സീന് കളിയായിരുന്നു. MVP ആയിട്ട് തന്നെ സീന് കളി പൊളിച്ചു. ഇപ്പം എത്ര സ്റ്റാറായി? 89. വാവ് പൊളിച്ച്. അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കാം, ഇല്ലെങ്കിൽ ഇവർ സ്റ്റാർട്ടാക്കും, അതാണ് കുഴപ്പം. എൻ്റെയൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ സീന് കളക്ഷൻ സേവ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം സീനായി ഞാൻ ഈ മോട്ടൊക്കെ എടുത്തു. ഇത് അതുപോലെ തന്നെ ഇത്, പിന്നെ ഇതെടുത്തിക്കണേ ലംബോർഗിനിയിൽ നിന്ന് പോണത്. ഇത് ഞാൻ പണ്ടിട്ട് എടുത്തതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബൂയാപാസിൻ്റെ ആ 4 സ്ലോട്ട് എടുത്ത് ഇത്ര തന്നെ. പിന്നെ ഈഗിൾ എടുത്തിക്കണേ നമ്മൾ. ഈഗിൾ സീനാട്ടോ, ഈഗിള് വല്ലാത്തൊരു സീനാണ്. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മളെ വീഡിയോ. എന്നാൽ ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. പിന്നെ താഴെ കാണുന്ന ചുവപ്പ് ബട്ടൺ മറക്കല്ലേ. പിന്നെ ഡാമേജിനെ കുറിച്ചുള്ള അത് ലൈക്കൊന്ന് അടിച്ച് വെക്കുക ഗൈസ്, അതിനുള്ള പവർ കാണിക്കുക, പവർ. എന്നാൽ ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇംഗ്ലീഷൊന്നും വേണ്ട, മലയാളം തന്നെ മതി.